അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ്. ഇന്ന് നമുക്കൊരു സ്വലാത്ത് പഠിച്ചാലോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് കിട്ടുന്ന വളരെയധികം വമ്പൻ പ്രതിഫലമാകുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ആ സ്വലാത്ത് പഠിക്കാം, ആ സ്വലാത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ആ സ്വലാത്ത് ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു 17 വട്ടം നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ എങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. കാരണം അത്രമാത്രം പവറാണ് ആ സ്വലാത്തിനുള്ളത്. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ 4 കാര്യം ചെയ്യണം. 4 കാര്യം ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ വളരെയധികം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന, നമ്മുടെ റജബ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, ശ്രദ്ധിക്കേണ്ട വളരെയധികം ഗൗരവമുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമുക്ക് അറിവ് അധികരിപ്പിച്ചു തരുകയും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണാനേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടല്ലോ. ഇന്ന് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച കൂടിയല്ലേ, നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്താലോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് പിരിയുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി, നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് നമുക്ക് അവർക്ക് വേണ്ടി ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ നമ്മളെല്ലാവരും പരിശുദ്ധമായ പരിപാവനമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാങ്ങിത്തരുന്ന അള്ളാഹുവിൻ്റെ മാസമാകുന്ന റജബ്, ആ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും ഈ ദിവസത്തെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കാരണം റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊന്ന് ആ ദുആ പറഞ്ഞാലോ? നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന റജബ് മാസത്തിൽ ഒരുപാട് കണ്ട് നബിതങ്ങൾ അധികരിപ്പിച്ച ആ ദുആ, ഇതിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ മാത്രമല്ല, നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിലൊക്കെ ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്താലും ഈ ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്തോ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വിശ്വാസികളൊക്കെ വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. ഇന്ന് നേരത്തെ പള്ളികൾ നിറയും അല്ലേ? റജബ് മാസം, ആ റജബ് മാസം അല്ലാഹുവേ നിൻ്റെ മാസമാണ്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ, നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പുരുഷന്മാരൊക്കെ നേരത്തെ പള്ളിയിലേക്ക് പോകണം. ഉമ്മമാർ നേരത്തെ കുളിച്ച് വൃത്തിയായി പിന്നെ വുളുവൊക്കെ എടുത്ത് ഇൻഷാ അല്ലാഹ് നിസ്കാരപ്പായിലേക്ക് പോവുക, മുസല്ലയിലേക്ക് പോയി പ്രത്യേകമായി ദിക്റുകൾ പറയുക, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം മറക്കരുത്. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, സൂറത്തുൽ കഹ്ഫ് ഓതാത്തവർ ഓതുക, അതുപോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. സാധാരണ വെള്ളിയാഴ്ച പോലെയല്ല, റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നതാണ്. ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, ദുആകൾ, സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതുപോലെ സ്വലാത്തുകൾ, ഇതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. വെള്ളിയാഴ്ച ദിവസമാണല്ലോ, ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് ആദ്യം തന്നെ പഠിക്കാം. ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്വലാത്താണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് അലിയാർ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമോനാകുന്ന 4ാമത്തെ ഖലീഫയായിരുന്ന ഫാത്തിമ ബീവിയുടെ ഭർത്താവാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരുടെ വാപ്പയാകുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ്. ഈ ഒരു സ്വലാത്ത് ആരാണോ ചൊല്ലുന്നത്, ചൊല്ലിയവനും ചൊല്ലിയ ആളുടെ മാതാപിതാക്കൾക്കും
ചൊല്ലിയ ഞാനും എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മാത്രമല്ല ഇത് ചൊല്ലിയ ആളുടെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും അല്ലാഹു തആല ഒരുപാട് ഗുണങ്ങൾ, നേട്ടങ്ങൾ കൊടുക്കുമെന്നാണ്. മാത്രമല്ല പാപങ്ങൾ കരിച്ചു കളയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ വീട്ടപ്പെടുന്ന, കടങ്ങൾ ദൂരീകരിച്ച് കളയുന്ന ഒരു പുണ്യമായ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ആ സ്വലാത്ത് പറഞ്ഞാലോ? ഈ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം, ഇന്ന് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇന്ന് മഗ്രിബിന് മുമ്പായി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒരു 17 വട്ടം, ചുരുങ്ങിയത് 17 വട്ടമെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് മറക്കാതെ പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഈ സ്വലാത്ത് 17 വട്ടം ഇപ്പോൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റായി രേഖപ്പെടുത്തിയാൽ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് ഏതാണ് നമുക്കൊന്ന് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. വളരെ സിമ്പിൾ അല്ലേ? അലിയാർ തങ്ങൾ പറഞ്ഞ സ്വലാത്താൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം, രക്ഷ കൊടുക്കണേ അല്ലാ. എങ്ങനെയുള്ള റസൂലാണ്? നൂറിൽ അൻവാർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. വസിറിൽ അസ്റാർ, രഹസ്യങ്ങളുടെ രഹസ്യമാണ്. വസയ്യിദുൽ അബ്റാർ, ഗുണകാംക്ഷികളുടെ നേതാവാണ്. ഒന്ന് പറഞ്ഞു ഒന്നും കൂടെ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. വളരെ സിമ്പിളാ പറയാൻ. ഒരു 17 വട്ടം ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് മുമ്പ് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ വീട്ടപ്പെടും. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, അത് മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, അവർക്കും ഇതിൻ്റെ ഗുണം കിട്ടുമെന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി റജബ് മാസം, റജബ് എന്ന വാക്ക് അത് തർജീബ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ആദരിക്കുക, ബഹുമാനിക്കുക, ഇതൊക്കെ നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവരെ ആദരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, അതുപോലെ തന്നെ കിതാബുകളുണ്ട്. അതിനോടൊക്കെ ഒരു ആദരവ്, ബഹുമാനം, പ്രത്യേകിച്ച് ഖുർആനോടൊരു ആദരവ്. നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല ഇല്ലേ, മുസല്ല, ആ നിസ്കാരപ്പായ, അതിനോടൊരു ബഹുമാനം. നമ്മൾ കൗണ്ടർ, തസ്ബീമാല, അതിനോടൊരു ബഹുമാനം. എല്ലാത്തിനോടും ഒരു ബഹുമാനം, ആദരവ് വേണം. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഈ അള്ളാഹുവിൻ്റെ മാസമാകുന്ന ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനെ ഓർമ്മ വരുന്ന കാര്യങ്ങളെ കൂടി ബഹുമാനിക്കണം. ഇപ്പൊ നമ്മൾ മുസല്ല കാണുമ്പോൾ നമുക്ക് എന്താ? നിസ്കരിക്കുന്നതാണ്, അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. തസ്ബീഹ്മാല നമ്മൾ കണ്ടാൽ കൗണ്ടർ, അതെന്താ? ദിക്ർ ചൊല്ലുന്നതാണ്, അത് തസ്ബീഹ് ചൊല്ലുന്നതാണ്, അത് സ്വലാത്ത് ചൊല്ലുന്നതാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തൊപ്പി കണ്ടാൽ, വെള്ള വസ്ത്രം കണ്ടാൽ, അതൊക്കെ എന്താ? നിസ്കാര കുപ്പായം കണ്ടാൽ അതിനൊക്കെ ഒരു ബഹുമാനം, ആദരവ്. എല്ലാത്തിനോടും ബഹുമാനം, ആദരവ് നമുക്ക് ഈ മാസത്തിൽ ഉണ്ടാവൽ പ്രത്യേകം നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, മരണപ്പെട്ടുപോയ ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികൾ. അവരോടൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് ബാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണല്ലോ. മരണപ്പെട്ടുപോയ ആരെല്ലാം ഉണ്ടോ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ആരൊക്കെ മരണപ്പെട്ടുപോയോ എല്ലാവർക്കും വേണ്ടി കുറഞ്ഞതൊരു ഫാത്തിഹ എങ്കിലും നമ്മൾ ഓതി ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ഇറക്കണം. പരിശുദ്ധമായ ഈ റജബ് മാസം, അള്ളാഹുവേ, എത്രയെത്രയോ മഹത്തുക്കളാണ് ഈ റജബ് മാസത്തിൽ മരണപ്പെട്ടു പോയത്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, റജബ് മാസത്തിൽ മരണപ്പെട്ട ബന്ധുമിത്രാദികളുണ്ട്. മഹാനായ സ്വഹാബിയാകുന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ ഈ റജബ് മാസത്തിലാണ് മരണപ്പെട്ടത്. മഹത്തുക്കളായ ആളുകൾ, അള്ളാഹുവെ ഞങ്ങളെ നീ റജബിൽ മരിപ്പിക്കണേ, കാരണം റജബുൻ ഷഹ്റുല്ലാ, ഇത് അള്ളാഹുവെ നിന്റെ മാസമാണല്ലോ, അതുകൊണ്ട് നിന്റെ മാസത്തിൽ ഞങ്ങൾക്ക് മരണം മതി. കാരണം നിന്നോട് അടുത്തവരെ നീ കൂടുതൽ പരിഗണിക്കുന്ന മാസമാണല്ലോ, അതുകൊണ്ട് അള്ളാഹുവെ റജബിൽ ഞങ്ങളെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്ത ഒരുപാട് മഹത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ റജബ് മാസത്തിൽ മരണപ്പെട്ടവരാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഒരുപാട് ഇമാമിയങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ബാജി റളിയല്ലാഹു
അൻഹു, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം മുഖ്രി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനവറുകളുടെ ആണ്ടുമൊക്കെ ഈ ഒരു പുണ്യമായ മാസത്തിലാണ്. അപ്പോൾ പുണ്യമായ ഈ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ മരണപ്പെട്ടു. മാത്രമല്ല നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും ആരൊക്കെ മരണപ്പെട്ടു പോയി ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ അവസാനം ദുആ രക്കണം. അല്ലാഹു തആല അവരോടൊപ്പം നമ്മളെയും എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നമ്മൾ മറന്നു പോവാതെ വിശുദ്ധമായ ഖുർആൻ അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാസീൻ സൂറത്ത്, അതുപോലെ സൂറത്തുൽ ഫത്ഹ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആയത്ത് അത് ഒരിക്കലും വിട്ടുപോകരുത്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആയത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും എന്ന് തുടങ്ങുന്ന ആ ഒരൊറ്റ ആയത്ത്, ഒരു 4-5 വരി ഉണ്ടാകും. ആ ഒരൊറ്റ ആയത്താണ്, വളരെ പവറുള്ള ഒരു ആയത്താണ്. നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കാൻ പറ്റിയ ഒരു ആയത്താണ് ആ ഒരു ആയത്ത്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം സൂറത്ത് യാസീനുള്ള ഒരു പുണ്യമായ ഒരു ആയത്താണ്, ദിക്റാണ്. ഏതുമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടാൻ, നമുക്ക് ഡിപ്രഷൻ മാറാൻ, നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട ചിന്തകൾ മാറാൻ ഈ ഒരു ദിക്ർ നല്ലത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അപ്പോൾ ആ കാര്യം മറന്നു പോവണ്ട. ഇന്നും നോമ്പെടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വതക്കകൾ കൊടുക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, സ്വതക്ക കൊടുക്കാൻ വളരെ നമുക്ക് പറ്റിയ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവരും പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക നമ്മുടെ കയ്യിൽ കരുതുക. കാരണം ഇന്ന് റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് നല്ലൊരു സംഭാവന നമ്മുടെ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ, അല്ലെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ ബക്കറ്റ് കൊണ്ടുവരുമല്ലോ, പള്ളിയിൽ പിരിവുണ്ടാവും, അതിലേക്ക് കൊടുക്കുകയോ, പള്ളി കുറ്റിയിലിടുകയോ, അല്ലെങ്കിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുകയോ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അങ്ങനെ പറ്റാത്തവര് ഗൂഗിൾ പേ ഉണ്ടാവുമല്ലോ, ഗൂഗിൾ പേയിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലേക്ക് പല ആളുകളും ക്യാൻസർ രോഗമാണ്, അല്ലെങ്കിൽ എന്താണ് കരൾ രോഗമാണ്, ഡയാലിസിസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രോഗികളുടെ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ ഒരു 100 രൂപയോ, ഒരു 130 രൂപയോ, അല്ലെങ്കിൽ 222 രൂപ, 333 രൂപ ഒരു സംഖ്യ നമ്മൾ മനസ്സിലേക്ക് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാ പ്രയാസങ്ങളും റബ്ബേ ഈ ഒരു സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് കൊടുക്കുക. നമുക്ക് വലിയ നേട്ടമായിരിക്കും അതുകൊണ്ട് കിട്ടാനുണ്ടാവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ സ്വതക്കയുടെ കാര്യം മറന്നു പോകരുത്. പിന്നെ ഇസ്തിഗ്ഫാർ, നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട മാസവും ദിവസവും കൂടിയാണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നെയോ ഇന്ന് നോമ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോമ്പുള്ള ആളുകളെയൊക്കെ നോമ്പ് തുറപ്പിക്കുക. അവർക്ക് നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വസ്തു വാങ്ങിച്ചു കൊടുക്കുക, ഈത്തപ്പഴമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തു കൊടുത്താൽ തന്നെ നമുക്ക് വലിയ നേട്ടമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റജബ് മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇനി ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, 4 കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനി 4 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തേത്, ഒരു അനാദരവ് നമ്മുടെ ഭാഗത്തു നിന്നും ഈ മാസത്തിനോട് ഉണ്ടാവാൻ പാടില്ല. മിൻഹ അർബഅത്തുൻ ഹുറും, അല്ലെ, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച പുണ്യമായ മാസമാണ്. അതുകൊണ്ട് ചില ആൾക്കാർ കളിയാക്കും, അയ്യേ ഈ റജബ് മാസത്തിൽ മാത്രം എന്താ നിങ്ങൾക്കൊക്കെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ നമ്മളെ മുഷിപ്പിക്കാനും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഫസാദാക്കാനും ചില ആൾക്കാർ വരും. അവരെ മൈൻഡ് ചെയ്യേണ്ട. അവരങ്ങനെ പറഞ്ഞോട്ടെ. നമ്മൾ ഈ മാസത്തെ ആദരിക്കുക, ബഹുമാനിക്കുക. ഒരിക്കലും അനാദരവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത്, കുടുംബ ബന്ധം ചേർക്കുക. അത് ഈ റജബ് മാസത്തിലെന്നല്ല, ഏത് മാസമാണെങ്കിലും കുടുംബ ബന്ധം മുറിച്ചിട്ടുള്ളൊരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. സിലത്തുർ റഹിം എന്നാണ്. ഭൂമിയിൽ 2 വസ്തുവാണ് അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ടത്. 2 കാര്യം, ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, രണ്ടാമത്തേത് കുടുംബ ബന്ധം, സിലത്തുർ റഹിം, അല്ലെ, സിലത്തുർ റഹിം. റഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബ ബന്ധം എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കരുണയെന്നാണ്. മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രം എന്നാണ്. അപ്പോൾ ഉമ്മയുടെ ഗർഭപാത്രം പോലെ, അള്ളാഹുവിൻ്റെ കരുണ പോലെ ശുദ്ധമായതും അതുപോലെ തന്നെ എന്താണ് കളങ്കമില്ലാത്തതുമായി മാറണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. പിണക്കങ്ങൾ പാടില്ല. പിണക്കം ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണല്ലോ. കുടുംബ ബന്ധം മുറിച്ച ആളുകൾ, അത് എത്ര വലിയ ഖോജയാവട്ടെ, എത്ര വലിയ തങ്ങളാവട്ടെ, എത്ര വലിയ ഹാജിയാരാവട്ടെ, എത്ര വലിയ ഉസ്താദാവട്ടെ, എത്ര വലിയ ഹത്തീബാവട്ടെ, എത്ര വലിയ രാഷ്ട്രീയ പ്രമുഖനാവട്ടെ, ആരാണെങ്കിലും
കുടുംബബന്ധം മുറിച്ചാൽ അവർക്ക് യാതൊരു പരിഗണനയും ഇസ്ലാമിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റുക. ഉമ്മയോട്, വാപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മരുമക്കളോട്, പേരക്കുട്ടികളോട് അവരോടൊന്നും പിണങ്ങി. എന്തിനാണ് പിണങ്ങിയിട്ട്? എന്ത് കിട്ടാനാണ്? നമുക്കെന്ത് നേട്ടമാ കിട്ടുക പിണങ്ങിയിട്ട്? ഒന്നുമില്ല. വെറുതെ മനസ്സിൽ ഇങ്ങനെ അസൂയും കുശും ഇങ്ങനെ 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 ഒരു എന്താ പറയുക, ഇറിറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആയുസ് ചുരുങ്ങിപ്പോകും. പിണക്കം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ആയുസ് ചുരുങ്ങിപ്പോകും. എന്തിനാ പിണക്കം? അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? പിണങ്ങിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും കിട്ടാറുണ്ട്? ഇണങ്ങിയ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. പിണക്കം കൊണ്ട് ഒരു കുന്തം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റുക. ചിലപ്പോൾ അങ്ങോട്ട് സലാം പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിണങ്ങിയവരിൽ ആരാണോ ആദ്യം സലാം പറയുന്നത് അവർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. രണ്ടുപേര് തമ്മിൽ പിണങ്ങി, ആരാണോ ആദ്യം സലാം പറയും അവൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കല്ല. നമ്മൾ അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും, അങ്ങനെയൊക്കെ എൻ്റെ വിശേഷം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കുക എന്നങ്ങോട്ട് പറഞ്ഞാൽ നമുക്കാണ് സ്വർഗത്തിൽ ആദ്യം ഒരു കൊട്ടാരം കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മൂന്നാമത്തെ കാര്യം, തിന്മകൾ ചെയ്യുക. അത് നമ്മൾ ഈ മാസത്തിൽ ചെയ്യാൻ പാടില്ല. തിന്മകൾ ചെയ്യാൻ പാടില്ല. തിന്മകൾ ഒഴിവാക്കുക. അല്ലേ? അവയവങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട് പരദൂഷണം, ഏഷണി, അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ഇബാദത്തുകൾക്കൊരു മടി. അതുണ്ടാവാൻ പാടില്ല. ഇബാദത്തുകൾക്കൊരു മടി ഉണ്ടാവാൻ പാടില്ല. റമദാൻ ആവട്ടെ എന്നിട്ട് നന്നാവാം, അങ്ങനെയല്ല. റമദാനിന് മുമ്പേ റജബിലെ നന്നാവണം, എന്നാലേ ഷാബാനി നന്നാവൂ, എന്നാലേ റമദാനി നന്നാവൂ. അല്ലാതെ റമദാനെ അങ്ങോട്ട് നന്നായി കളയാമെന്ന് പറയാൻ കൂടി എന്നാൽ നടപടിയാവൂല. അതുകൊണ്ട് റജബ് മാസം, ഈ ഒരു പുണ്യമായ മാസം നമ്മൾ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ചൊല്ലേണ്ട സ്വലാത്തുകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി നമ്മൾ ദുആരക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا ربي കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങൾ ഓതിയ സൂറത്ത് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ മിഥ്ല തവാബ് ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് നീ കൊടുക്കണേ അല്ലാഹ്. പുണ്യമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ, അതുവഴി സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ് റഹ്മാനെ. അങ്ങനെ വീഡിയോകൾ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, പാവപ്പെട്ടവരാണ് റബ്ബേ. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ഉപ്പമാർ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരാണ്, അവരുടെ കച്ചവടങ്ങൾ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാവിധ നന്മയും ഞങ്ങൾക്ക് ഇരുലോകത്തും തരണേ അല്ലാഹ്. പരിശുദ്ധമായ റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷമുള്ള ദിക്റിൻ്റെ മജ്ലിസിലും എല്ലാവരും പങ്കാളികളാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.